ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിക്ക് സർക്കാർ നീക്കം. അന്വേഷണ റിപ്പോർട്ട് DGP ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയേക്കും. ഇതോടെ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റവും തുലാസിലായി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഈ റിപ്പോർട്ടിങ്ങിന് നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ സ്ഥാനക്കയറ്റത്തിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നത് വരെ തൽക്കാലത്തേക്കൊന്ന് പതിയെ പോവലാണ് എന്ന ആരോപണമൊക്കെ സജീവമായി നിലനിൽക്കുമ്പോഴാണ് ഈ റിപ്പോർട്ട് കൈമാറുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, ആലപ്പുഴ രക്ഷാപ്രവർത്തനം എന്ന് ആരോപിക്കപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ അതിക്രമം സംബന്ധിച്ചുള്ള അന്വേഷണം SIT ആണ് നടത്തിയത്. SIT അന്വേഷണ റിപ്പോർട്ടിൽ അന്നത്തെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ADGP എം.ആർ. അജിത് കുമാറിനെതിരെ പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ പരാമർശങ്ങളുള്ള റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ പക്കലാണ്. അദ്ദേഹം അത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഈ കേസിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതിന് പിന്നിൽ എം.ആർ. അജിത് കുമാർ ആണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ചില മൊഴികളും ഉണ്ട് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും ഒക്കെ ശക്തമായിട്ട് ഉയരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ പോലീസ് ആഭ്യന്തര വകുപ്പ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഏതായാലും ആ നിയമോപദേശം ലഭിക്കാനിരിക്കെ ഇന്നിപ്പോൾ DGP ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുമെന്നാണ് സൂചന. ഒരുപക്ഷെ ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യം സംബന്ധിച്ചുള്ള ആലോചനകൾ തുടങ്ങും. ഒരുപക്ഷെ ഈ നടപടി എടുക്കാം എന്നുള്ളൊരു നിയമോപദേശം ലഭിച്ചാൽ ഈ ആഴ്ച തന്നെ ആ നടപടി ഉണ്ടായേക്കും. അങ്ങനെ നടപടി ഉണ്ടായാൽ അത് എം.ആർ. അജിത് കുമാറിന്റെ പ്രൊമോഷനെ ബാധിക്കും. കാരണം ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ ഈ മാസം വിരമിക്കുകയാണ്. അപ്പോൾ ഒരു DGPയുടെ ഒഴിവ് വരും. നിലവിൽ ആ ഒഴിവിലേക്ക് DGP-ആയി പ്രൊമോഷൻ ലഭിക്കേണ്ട വ്യക്തിയാണ് എം.ആർ. അജിത് കുമാർ. അങ്ങനെ നടപടി ഉണ്ടായാൽ എം.ആർ. അജിത് കുമാറിന്റെ പ്രൊമോഷനെ അത് ബാധിക്കുകയും ചെയ്യും. പക്ഷേ എത്രത്തോളം അതൊരു നടപടിക്ക് സാധ്യതയുള്ള തരത്തിൽ ഗൗരവമുള്ള റിപ്പോർട്ടാണ് എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. ഏതായാലും അത് സംബന്ധിച്ച് ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പരിശോധനയിലാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരിക. ശ്രീജ.